കൈക്കൂലി വാങ്ങുന്നതിനിടെ വെച്ചൂച്ചിറയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജിലൻസിന്റെ പിടിയിലായി. പത്തനംതിട്ട വെച്ചൂച്ചിറ ഗ്രാമപഞ്ചായത്തിലെ മരാമത്ത് പണികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന കരാറുകാരന്റെ 12 ലക്ഷം രൂപയുടെ ബിൽ മാറി നൽകുന്നതിന് 37,000 രൂപ കൈക്കൂലി ചോദിച്ചു വാങ്ങിയ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജയനെ ബുധനാഴ്ച വിജിലൻസ് കൈയോടെ പിടികൂടിയത്. വെച്ചൂച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ഒരു കുളം നവീകരണ പ്രവർത്തനം ഏറ്റെടുത്ത് കരാറുകാരന്റെ ആദ്യ ഗഡുത്തുക 9 ലക്ഷം രൂപ കരാറുകാരന് നേരത്തെ മാറി നൽകിയിരുന്നു. അന്നേരം കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പരാതിക്കാരൻ നൽകിയില്ല. തുടർന്ന് അന്തിമ ബില്ലായ 12 ലക്ഷം രൂപ മാറി നൽകണമെങ്കിൽ ആദ്യ ബില്ലിൻ്റെ കൈക്കൂലിയും ചേർത്ത് ആകെ 1 ലക്ഷം രൂപ കൈക്കൂലി വേണമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറായ വിജയൻ കരാറുകാരനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് പല പ്രാവശ്യം അസിസ്റ്റന്റ് എഞ്ചിനീയറെ നേരിട്ട് കണ്ട് കൈക്കൂലി തുക കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച 50,000 രൂപയാക്കി കുറയ്ക്കുകയും ആദ്യ ഗഡുവായി അന്നേരം കയ്യിലുണ്ടായിരുന്ന 13,000 രൂപ കൈയോടെ വാങ്ങുകയും ചെയ്തു. ബാക്കി തുകയായ 37,000 രൂപ ഇന്ന് ഓഫീസിലെത്താൻ കരാറുകാരനോട് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് പരാതിക്കാരൻ ഈ വിവരം വിജിലൻസ് പത്തനംതിട്ട യൂണിറ്റ് ഡിവൈഎസ്പി ഹരി വിദ്യാരനെ അറിയിക്കുകയും അദ്ദേഹത്തിന് നേതൃത്വമുള്ള വിജിലൻസ് സംഘം കെണിയൊരുക്കി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ വെച്ച് പരാതിക്കാരിൽ നിന്നും 37,000 രൂപ കൈക്കൂലി വാങ്ങുകയെ വിജയനെ വിജിലൻസ് സംഘം കൈയോടെ പിടികൂടുകയാണ് ഉണ്ടായത്. വിജിലൻസ് തെക്കൻ മേഖല പോലീസ് സൂപ്രണ്ട് കെ അജി IPS നേതൃത്വം നൽകി. അറസ്റ്റ് ചെയ്ത പ്രതിയെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. വിജിലൻസ് സംഘത്തിൽ ഡിവൈഎസ്പി ഹരി വിദ്യാരനെ കൂടാതെ ഇൻസ്പെക്ടർമാരായ രാജീവ് ജെ, അനിൽകുമാർ കെ, വിപിൻ കുമാർ, പോലീസ് സബ് ഇൻസ്പെക്ടറായ ഷാജി, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ബിജു, പുഷ്പകുമാർ, ഹരിലാൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മണിലാൽ, രാജീവ്, സിവിൽ പോലീസ് ഓഫീസറായ രഞ്ജിത്ത്, അനീഷ്, കിരൺ, അജീർ, രേഷ്മരാജ് എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു.